ഇന്ന് പൊതുവിടങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയാതെ വരികയാണ്. അല്ലാഹുവേ പടച്ചവരെ, ഇന്ന് പൊതുവിടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പെൺകുട്ടികളുടെ അവസ്ഥകൾ എന്താ? നടുറോട്ടിലൂടെ വസ്ത്രം പോലുമില്ലാതെ പ്രിയപ്പെട്ട പെൺകുട്ടിമാര് അരവസ്ത്രം ധരിച്ചിട്ടാണ് നടുറോട്ടിലൂടെ കടന്നു പോകുന്നത്. ഒന്ന് തിരുത്തി കൊടുക്കാതെ കഴിയുമോ? മോളെ, ഇത് പാപമാണെന്ന് പറയാൻ കഴിയുമോ? ഇന്ന് നിങ്ങൾ കണ്ടില്ലേ കേരളത്തിന്റെ പുതിയ അവസ്ഥ ഏതാണ്? ഒരു പ്രിയപ്പെട്ട പണ്ഡിതന്, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്, ഒരു പെണ്ണിനെ കുറിച്ച്, ഒരു പെണ്ണിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് ഒരു പെണ്ണുമാണുമായിട്ടൊരിക്കലും ഇടപെടൽ ചെയ്യാൻ പാടില്ല എന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രസ്താവന പറഞ്ഞപ്പോ ആ പാവപ്പെട്ട പണ്ഡിതനെതിരെ മുറവിളി കൂട്ടിയവരില്ലേ? അത് തെറ്റാണെന്ന് പറഞ്ഞവരില്ലേ? ഞാനൊന്ന് ചോദിച്ചോട്ടെ സഹോദരാ, സഹോദരി, യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് എന്തിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്? നിനക്കാടണോ നിനക്ക് ആടാ, നിനക്ക് ചാടണോ നിനക്ക് ചാടാ, നിനക്ക് പാടണോ നിനക്ക് പാടാ. നിനക്ക് വേണമെങ്കിൽ ഉടുതുണി ഉരിഞ്ഞിട്ടിട്ട് നട റോഡിലൂടെ നടന്നു പോകണമോ? നിനക്ക് നടന്നു പോകാ, അതിനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട് പെണ്ണ്. ഇവിടെ മുൻഗാമികൾ മുൻകരിഞ്ഞു പോയ എത്രയോ ആളുകളോ നടു റോഡിലൂടെ തുണിയുരിഞ്ഞു പോലും നടന്നു പോയ കാലഘട്ടമുണ്ടായിരുന്നു. ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യം നിനക്കുണ്ടോ? പക്ഷേ പണ്ഡിതന്മാർക്ക് അവരുടെ നിയമങ്ങൾ പറയാനും തടസ്സമാവുള്ളത്. മതത്തിന്റെ നിയമം പറയേണ്ടത് പണ്ഡിതന്മാരല്ലേ? ഒരു പണ്ഡിതൻ പറയുന്നത് മാന്യമായ വസ്ത്രം ധരിച്ചിട്ട് എന്റെ ശരീരം മറച്ചിട്ട് നടന്നു പോകണമെന്ന് പറഞ്ഞതൊരു പണ്ഡിതന്റെ ധർമ്മമാ, ഒരു പണ്ഡിതന്റെ ബാധ്യതയാണ്. അതിനെപ്പോലും ചൂഷണം ചെയ്യുന്ന, അതിനെപ്പോലും കളിയാക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തില് അസുരന്മാരെ പിറവിയെടുക്കുമ്പോൾ നാം ആരെയാണ് ഇവിടെ കുറ്റപ്പെടുത്തേണ്ടത്? സഹോദരാ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഒരു പ്രസ്താവന പറഞ്ഞു. അത് മതത്തിന്റെ നിയമങ്ങൾ പാലിക്കുന്നവർക്ക് വേണ്ടിയാണ്, അല്ലാതെ ഇവിടെ ഉടുതുരിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ നടക്കും എന്ന് പറഞ്ഞവർക്ക് ഇത് ബാധകമല്ലല്ലോ. ആലോചിച്ചോക്കെ, ഇഷ്ടമുള്ളത് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതിവിടെ പറഞ്ഞത് എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ മുസ്ലിം മതത്തിന്റെ നിയമത്തിന്റെ ധാരയിലൂടെ കടന്നു പോകുന്ന നല്ല വിശ്വാസികളോടാണ് പറഞ്ഞു കൊടുത്തത്. അത് നിങ്ങൾക്ക് എന്തിനാ അത്ര പൊള്ളണേ? ഇന്നിപ്പോ ചാനല് മുഴുവനും കാടടച്ചിട്ട് ആക്ഷേപിക്കുകയാണ്, അധിക്ഷേപിക്കുകയാണ്. എന്റെ പൊന്നുമോനെ, മതത്തിന്റെ നിയമം പറയാൻ ഓരോ മതത്തിന്റെയും മതമേലധ്യക്ഷന്മാർക്കാണ് പറയാൻ അവകാശമുള്ളത്. അവർ പറയുക തന്നെ ചെയ്യും. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ കുത്തയിൽ ജീവിക്കണമെന്നായി പറയാ. ഞാൻ നോക്കിയിട്ട് ഈ കാലഘട്ടത്തിലുള്ളവരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊക്കെ കുത്തയിഞ്ഞ ജീവിതം ജീവിക്കണമെന്ന് ആഗ്രഹിക്കും.